ഹായ് ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര റെലവൻറ്റ് ടോപ്പിക്കൊന്നുമല്ല, എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് പൗച്ച്. നമുക്ക് കണ്ടാലോ. ഈ മേക്കപ്പ് പൗച്ചിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ അതിൽ വളരെ തുച്ഛമായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഞാൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഈ ഒരു പൗച്ച് ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് എന്നതാ പൊട്ട് ഞാൻ തൊടാറേ ഇല്ല. പിന്നെ എന്തിനാ ഇത് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പൊട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളുകളായി. ഓക്കെ, ദിസ് ഈസ് മൈ ഫേവറേറ്റ് ലിപ് ബാം. ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. അടിപൊളി ലിപ് ബാമാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് കെ ബ്യൂട്ടിയുടെയാണ്. പക്ഷേ ഇത് അത്ര പേർക്ക് എന്താ പറയുക, എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനിൽ ഏറ്റവും പൈസ കൂടിയ ലിപ്സ്റ്റിക്കാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് അത്ര ട്രാൻസ്ഫർ പ്രൂഫോ സ്മച്ച് പ്രൂഫോ ആയിട്ട് എനിക്ക് ഫേവറേറ്റ്. ജസ്റ്റ് ഒരു ന്യൂഡ് കളർ, നല്ല ഷെയ്ഡാണ്, നല്ലൊരു സ്മെല്ലാണ്, നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതാണ്. ഓക്കെ, ദിസ് ഈസ് മൈ മോയ്സ്ചറൈസർ. ഫോക്സ്ടെയിലിൻ്റെ മോയ്സ്ചറൈസർ ആണ്. അടിപൊളി മോയ്സ്ചറൈസർ കേട്ടോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു സാധനം കിട്ടിയ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മോയ്സ്ചറൈസർ ആയിട്ട് മാറി. സൺസ്ക്രീൻ മൈ ഫേവറേറ്റ്. ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ ഒരു രക്ഷയില്ല, അടിപൊളി സൺസ്ക്രീനാണ്. ഞാൻ ഇതിൻ്റെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തീർന്നു കഴിഞ്ഞപ്പോൾ ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ റിപ്പയർ സൺസ്ക്രീൻ അടിപൊളിയാണ്. വൈറ്റ് കാസ്റ്റോ ഓവർ ഫീലിങ്ങോ ഒന്നുമില്ല. ഫേസ് സ്കാനയുടെ സ്റ്റോക്ക് ക്രീം ഈ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. വല്ലപ്പോഴൊക്കെ ഞാൻ ഉപയോഗിക്കും. വാവ് കംഫി മാറ്റ് ലിപ്സ്റ്റിക് കിട്ടിയാലാട്ടോ, അടിപൊളി ഷെയ്ഡാണ്. ഇത് ഐലൈനറിൻ്റെ ഒരു പെട്ടി. ഐലൈനർ ഉള്ളിലുണ്ട്. നൈക്കയുടെ ഐലൈനറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അടിപൊളി വാട്ടർ പ്രൂഫാണ്. എത്ര വരച്ച് തേക്കാൻ ഞാനും പോകില്ല. അടിപൊളിയാണ്. പിന്നെ ലിപ് ബാം, സോറി ലിപ് ലൈനർ അടിപൊളിയാണ്. ഐഷാഡോ വല്ലപ്പോഴും യൂസ് ചെയ്യും. മസ്കാര യൂസ് ചെയ്യാറില്ല, പക്ഷേ നൈക്കയുടെയാണ് യൂസ് ചെയ്യും. ഇത് എനിക്ക് അത്യാവശ്യം ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഐബ്രോ ജെല്ല്, ഇതിലാണ് ജീവിക്കാൻ പറ്റില്ല. ഐബ്രോ പെൻസിൽ ഒരു ആവശ്യമില്ലാത്ത പൈസ വേണ്ടി വാങ്ങിച്ചത്. നെയിൽ പോളിഷ് റിമൂവർ ആവശ്യമുള്ളതാണ്. ലിപ് ബാം, ഇത് ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാം അടിപൊളിയാണ്. എൻ്റെ ഫേവറേറ്റ് നമ്മുടെ ഫോക്സ്ടെയിലിൻ്റെ സെറം. ഇതാണ് മറ്റേ നൈക്കയുടെ എൻവൈബയുടെ സംഭവം ഐലൈനർ. ഈ ഒരു സാധനം എൻ്റെ റിവ്യൂ ഞാൻ പറയാനുണ്ടായാലും നമ്മുടെ ഈ മുടി അങ്ങനെ കുഞ്ചേരിക്കുമ്പോഴത്തേക്കും താത്തൂലേ, ആ സാധനം അടിപൊളിയാണ്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി. നമ്മുടെ കയ്യിൽ മസ്റ്റ് ഹാവ് ആയിട്ട് ഭയങ്കര സാധനം. ബ്ലഷ് ഞാൻ ഇടാറില്ല, എന്നാലും വാങ്ങിച്ചിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. ജോവിസിൻ്റെ ലിപ് ബാം. ഇത് നൈക്കയുടെ മൈൽഡ് ഷെയ്ഡാണ്. ഇതിപ്പോൾ തീർന്നു. ഒരു സീക്രാഞ്ചി. ഇത് നൈക്കയുടെ മറ്റേ 3-in-1 ഫൗണ്ടേഷൻ. ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാജിൽ ഒട്ടും സ്മച്ച് പ്രൂഫ് അല്ല, ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഈ കണ്ണിൽ എത്തിക്കേണ്ടി ഇങ്ങനെ കരി ഇങ്ങനെ പടർന്നിരിക്കും, അത് ഞാൻ യൂസ് ചെയ്യാറില്ല. ലാക്മേയുടെ ലിപ്സ്റ്റിക്ക് ഫോർ അവർ മാറ്റ് ഷെയ്ഡ് ന്യൂ ഡ്രീം അടിപൊളി ഷെയ്ഡാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഇതാണ് ഞാൻ ഇട്ടുള്ളത്. അടിപൊളിയാണ്. പിന്നെ ലാക്മേയുടെ കാജൽ അടിപൊളിയാണ്. അടിപൊളിയാണ്, താല്പര്യം. ഇത് ഒരു ലിക്വിഡ് ബ്ലഷ് ആണ്. ആക്ച്വലി ഇത് എൻ്റെ അല്ല, അക്കുവിൻ്റെയാണ്. എൻ്റെ അനിയത്തിയിൽ നാട്ടിൽ പോയ സമയത്ത് അവളുടെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന സാധനം. ഇത് കട്ടർ ഷാർപ്പ്നർ. ഇത് പിരികനെ വരക്കുന്ന ബ്രഷ്. ഇതും പിരികേണ്ട ബ്രഷ്. ഇത് ഒരു മുടികേറുന്ന ബ്രഷ്. ഇത്രയും സാധനമാണ് ഈ ഒരു മേക്കപ്പ് പൗച്ചിലുള്ളത്. ഗൈസ് ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊള്ളു കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവിനെക്കാട്ടിലും ഇതേപോലത്തെ ഒരു മേക്കപ്പ് പൗച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് മീഷോന്നാണ് ഞാൻ പർച്ചേസ് ചെയ്ത്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഒന്ന് കമൻറ്റ് ഇടുക. എനിക്ക് ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെ കമൻറ്റ് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ ആൾക്കാർ എന്നുള്ളത്. ഇത് ഒരു റെസ്പോൺസും ഇല്ലാതെ കാണുമ്പോഴേ ഇനി ബോട്ടെങ്ങാനാണോ നമ്മുടെ വീഡിയോ കാണുന്നത്, ആരും എന്താ കമൻറ്റ് ഇടാത്തതെന്നൊക്കെ തോന്നും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.